ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി തത്തനി നാടൻ ഡിഷുമായിട്ടാണ്. കണവ നിറച്ചത്. ഇതിന് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു 8 കണവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞാണ്. ഇതിൻ്റെ തലയും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ തല ഉപയോഗിക്കുന്നില്ല. തല ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തലയെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, ചിരകിയെടുത്ത് തേങ്ങ ഉണ്ട്, ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കണത്, 1 കപ്പ് അരിമാവുണ്ട്, ഇത് വറുത്ത അരിമാവാണ്. അപ്പോൾ നമ്മൾ ഈ ചിരകി വെച്ചേക്കുന്ന തേങ്ങയിലോട്ട് ഈ ജീരകം മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അതിനൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമ്മൾ അരിമാവ് തട്ടിക്കൊടുക്കാം. അതിനുശേഷം ഇവിടെ ചതച്ച് വെച്ചേക്കണ തേങ്ങയും ജീരകവും ചേർത്ത് കൊടുക്കാം. അടുത്തത് ഈ ഇഞ്ചി മുഴുവൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഞവടിയെടുക്കണം. ഇനി നമുക്ക് ഞാൻ ഇവിടെ ഉപ്പിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പരുവം. ഇപ്പം ഏകദേശം ഉരട്ടിയുടെ പരുവമായിട്ടുണ്ട്. കണവ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നിറയ്ക്കണമെന്ന് നോക്കാം. ഞാൻ ഇത്രയും മാവ് എടുത്തിട്ടുണ്ട്. ഈ മാവ് കയ്യിൽ വെച്ചൊന്ന് നീളത്തിന് ഉരുട്ടണം. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ കണവ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കണവ മുക്കാൽ മാത്രമേ ഫില്ല് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ കണവ അവിയുമ്പം വേവ് കൊണ്ട് മാവ് വെളിയിൽ ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളൊരു ഇറുക്കിൽ വെച്ച് പിന്നെ ഈ മാവ് നിറച്ച ഭാഗം അടച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നിറച്ചെടുക്കുക. അപ്പം നമ്മളെ കണവ എല്ലാം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്ക് സ്റ്റീമറോ ഇഡലി പാത്രമോ ഉപയോഗിച്ച് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പം നമുക്കിനി ഇത് സ്റ്റീമറോ ഇഡലി കുട്ടകത്തിൽ വെച്ച് നമുക്ക് ആവിയിൽ ഒരു 20 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് നമ്മളെ കണവ വെന്തോന്ന് നോക്കാം. വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. വേവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല മണമാണ്. ഇപ്പം അടിപൊളി മണമാണ്, ഒരു രക്ഷയില്ല. നമ്മളെ കിക്കിടിലെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ അപാര മണമാണ്, ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമായിട്ടും ഉപമിക്കാൻ പറ്റാത്തൊരു കിടിലൻ ടേസ്റ്റാണ്. അടിപൊളി ഡിഷാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ കുഞ്ഞ് കണവ കിട്ടുമ്പം അതുകൊണ്ട് ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. കിക്കിടിലൻ ഡിഷാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഈ കിക്കിടിലൻ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കണൂടെ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.